ചെറുപ്പളശ്ശേരിയിൽ വാഹനാപകടം. ബസും കാറും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാരായ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിൽ കാക്കാത്തോട് പാലത്തിനു സമീപം ഇന്ന് രാവിലെ 8:30യോടെയാണ് അപകടമുണ്ടായത്. ചെറുപ്പളശ്ശേരിയിൽ നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുകയും പുറകിൽ ചെറുപ്പശ്ശേരി ഭാഗത്തു നിന്നും വന്ന കാറ് ബസ്സിലിടിക്കുകയുമായിരുന്നു. ബസ് യാത്രക്കാരായ ആളുകൾക്ക് ബസ്സിനുള്ളിൽ വീണാണ് പരിക്കേറ്റത്. ഇവരെ മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ വിദ്യാർത്ഥികളായ അർച്ചന 17 വയസ്സ്, വിനയ് മുരളി 16 വയസ്സ്, അൻവിത 16 വയസ്സ്, മണ്ണാർക്കാട് സെന്റ് ഡൊമിനിക് സ്കൂളിലെ അധ്യാപിക ടിനി 26 വയസ്സ്, അതിഥി തൊഴിലാളികളായ ഫസർ അലി 36 വയസ്സ്, ബാബുൽ അസ്ലാം 35 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. നാട്ടുകാരും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏറെ നേരം പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. രാവിലെ തൊട്ടടുത്ത് ഞങ്ങൾ ചായക്കടയുണ്ട്, അവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. ഭയങ്കരമായ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ബസ് തിരിഞ്ഞേക്കുന്നത്. ബസ്സിൽ ചുരുങ്ങിയതൊരു 8-10 പേരെ നമ്മൾ മാങ്ങോട് മെഡിക്കൽ കോളേജിലേക്ക് അപ്പം തന്നെ കൊണ്ട് വണ്ടിക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്ക് കാര്യമായിട്ട് പരിക്കേണ്ടത്. എതിര് വന്ന കാറുകാരനെ സൈഡെടുത്തു, അവിടുന്ന് ഒരു സ്കൂട്ടിക്കാരനെ വെട്ടിയിലാണ് ബസ്. ഇപ്പം നമ്മളിപ്പോൾ കിട്ടിയ ന്യൂസ് പ്രകാരം ബസ്സുകാരന് ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടില്ല, ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ മറ്റേ പാലത്തിന്റെ അടുത്ത് ബസ്സിൽ നിർത്തിയിട്ടില്ല എന്നൊക്കെ കണ്ടാണ് ഇപ്പോൾ നമ്മൾ വിവരങ്ങൾ കേട്ടത്. അതായത് 8-10 പേരെ നമ്മൾ മാങ്ങോട് മെഡിക്കൽ കോളേജിലേക്ക്, അതിൽ 2 പെൺകുട്ടികളുടെ കാര്യം കുറച്ച് അത്ര വലിയതല്ലെങ്കിലും കൂടി ചെറിയ സീരിയസാണ്. മുറികളൊക്കെ വലിയ മുറികളാണ്. ഇതാണ് ഇപ്പോൾ പോലീസ് വന്ന് നമ്മളെല്ലാം ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ സഹകരിച്ചിട്ടാണ് ഇപ്പോൾ ഫുൾ ബ്ലോക്കായിരുന്നു. റോഡ് മൊത്തം ബസ് ക്ലോസിലല്ലേ നിൽക്കുന്നത്, ഇവിടെ കാറും ആൾക്കാർ തള്ളി വന്ന് പോലീസ് വന്ന് അതൊക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പോൾ ബസ് വണ്ടികൾ ഫുള്ളായിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിച്ചത്.